ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ ഔട്ട്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നിമിഷം? ഇല്ലെങ്കിൽ കൂടുതലായിട്ടൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. എന്തായാലും നമ്മുടെ ഈ കഥയിലെ കഥാനായകന് അതുപോലൊരു നിമിഷം ഉണ്ടായി. അദ്ദേഹത്തിന്റെ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു കോള് വരികയാണ്. വിളിച്ചിരിക്കുന്നത് ആരാന്നറിയോ? അദ്ദേഹത്തിന്റെ ഭാര്യ. എന്നാൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ആ ഭാര്യ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു വർഷം മുന്നേ മരണപ്പെട്ടു പോയ ഭാര്യ എങ്ങനെയാണ് കഥാനായകനെ വിളിച്ചത്? ഇതൊരു നുണയായിരുന്നില്ല, സത്യമായിരുന്നു. ഇതിന്റെ പിന്നിൽ വലിയൊരു പ്രകൃതി പ്രതിഭാസം തന്നെയുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ വലിയൊരു ക്രൈമും. എങ്ങനെയാണ് കഥാനായകന് ഭാര്യയുടെ ഭാഗത്തുനിന്നും അതുപോലൊരു കോള് വന്നത്? എന്താണ് അന്ന് അവിടെ നടന്ന ആ ഒരു ക്രൈം? എന്നാൽ പിന്നെ ഈ സിനിമയുടെ കഥ ഇന്നങ്ങോട്ട് കേൾക്കുകയില്ല. മാത്രമല്ല, ഈ കൊറിയക്കാരുണ്ടല്ലോ, ഇവന്മാരുടെ തലയാണ് ഈ രീതിയിൽ പോവുക കേട്ടോ. എന്തായാലും കിടിലൻ സ്റ്റോറിയാണ്, ഒരിക്കലും മിസ്സാക്കണ്ട. ധൈര്യമായിട്ട് തന്നെ കണ്ടോ. അർദ്ധരാത്രിയിൽ പണി തീരാത്ത ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുൻഭാഗത്തായിട്ട് കുറച്ചധികം ആൾക്കാർ കൂടിയിട്ട് ഒരു മനുഷ്യനെ ക്രൂരമായിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം നമ്മളെ നേരിട്ടല്ല കാണിക്കുന്നത്, മറ്റേതോ ഒരാള് ഈ കാര്യം ഒരു വീഡിയോയിലൂടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത്ര ക്ലിയർ അല്ലാത്ത രീതിയിൽ ആ വിഷ്വലാണ് നമ്മളെ കാണിക്കുന്നത്. അവസാനം ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ആള് ഇയാളെയും പിടിക്കുകയാണ്. ഇതിനുശേഷം വളരെ തിരക്കുള്ള ആ ഒരു നഗരം കാണിക്കുന്നുണ്ട്. ആ നേരം തന്നെ റേഡിയോയിലൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സോളാർ വിൻഡ് ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല ആൾക്കാരുടെയും ഫോണിൽ ഇനി സിഗ്നൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഈ കാര്യം നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചോ. അന്നേ ദിവസം ഉണ്ടായ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു സോളാർ വിൻഡ് നമ്മുടെ ഈ ഒരു കഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പ്രകൃതി പ്രതിഭാസം തന്നെയാണത്. ഇതിനുശേഷം മറ്റൊരു വീട് കാണിക്കുകയാണ്. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു വക്കീലിന്റെ വീട് തന്നെയാണ്. വക്കീലിന്റെ പേര് വില്യം. ഈ സിനിമ ഓൾറെഡി നല്ല കൺഫ്യൂസിംഗ് ആണ്. അതുകൊണ്ട് ഈ കൊറിയക്കാരുടെ പേര് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കിളി അങ്ങോട്ട് പാറിപ്പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഓർമ്മ നിൽക്കുന്ന രീതിയിൽ ഞാൻ പേരുകൾ പറയുന്നുണ്ട്. അപ്പൊ കഥാനായകനായിട്ടുള്ള വില്യമിന്റെ വീട്ടിലാണ് കാണിക്കുന്നത്. ആ വീട്ടിൽ ഒരുപാട് വസ്തുക്കൾ നിലത്ത് വീണ് പൊട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു മൃതദേഹവും കിടക്കുന്നുണ്ട്. അതൊരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണ്. അത് മറ്റാരുമല്ല, വില്യമിന്റെ ഭാര്യയായിട്ടുള്ള റീതുവിന്റെ ബോഡിയാണ്. ഇതേ നേരം ആ ഒരു സംഭവ സ്ഥലത്ത് വളരെ ശോകമായിട്ട് തന്നെ ഒരു ചെയറിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്, അതായത് വില്യം. ഈ ഒരു സംഭവം വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു വില്യത്തിന്. മാത്രമല്ല, ഇതിനുശേഷം കാണിക്കുന്നത് ഇന്നേ ദിവസം രാവിലെ നടന്ന കാര്യങ്ങളാണ്. വില്യം ഒരു വക്കീലാണല്ലോ, അതുകൊണ്ട് തന്നെ അവന്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ചില ഭീഷണിക്കത്തുകൾ വരാറുണ്ട്. അതിലൊരെണ്ണം ദാ ഇപ്പോഴും വന്നിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത്, മര്യാദക്ക് നീ നിന്റെ കാര്യം നോക്കി നടക്കുന്ന നല്ലത്, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വന്നാൽ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഭീഷണിക്കത്തുകളൊക്കെ. ഇത് കണ്ട് റീതുവിനാകെ പേടിയാവുന്നുണ്ട്. അപ്പൊ വില്യം പറയണ ഇതൊന്നും വലിയ കാര്യമാക്കണ്ടെന്ന്. അവൻ ഈ ഭീഷണിയൊന്നും യാതൊരു വിഷയമാക്കി എടുക്കാറേ ഇല്ല. അങ്ങനെയാണ് അവന്റെ ആ ഒരു മൈൻഡ് സെറ്റ്. ഇതേ നേരം തന്നെ വില്യത്തിന്റെ മോളുണ്ടല്ലോ, ഹുവാൻ വന്നിട്ട്, അച്ഛാ ഇന്നൊന്ന് സ്കൂളിലേക്ക് ആക്കി തരാൻ പറ്റുമോ, ലേറ്റ് ആയി എന്ന് പറയണം. അപ്പൊ വില്യം പറയണം, നിന്നേക്കാൾ ലേറ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്, തൽക്കാലം നീ ഇന്ന് പോകുന്നു പറയണം. ഇതിനുശേഷം വില്യം മാറ്റാൻ നിൽക്കുമ്പോൾ അവന്റെ ആ ഒരു ടൈയും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നത് മറ്റാരുമല്ല, റീതു തന്നെയാണ്. റീതുവിനോട് ഭയങ്കര ഇഷ്ടമാണ് വില്യത്തിന്. എന്നാൽ വില്യം ആണെങ്കിലും ജോലിയുടെ കാര്യം പറഞ്ഞ് എപ്പോഴും ബിസി എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കും. അങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടി ആ ഒരു ഡോർ തുറക്കാൻ നിൽക്കുമ്പോൾ അത് മര്യാദക്ക് ഓപ്പൺ ആവുന്നില്ല. അതുവരെ വന്നിട്ട് റീതുവാണ് തുറന്നു കൊടുക്കുന്നത്. ഡോറിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കണേന്ന് വില്യത്തിനോട് പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ വൈകുന്നേരം വരാം, വന്നിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ജോലിക്ക് പോവാണ്. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് വില്യം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവൻ കണ്ടത് മരിച്ചു കിടക്കുന്ന അവന്റെ ഭാര്യയുടെ ബോഡിയാണ്. പിന്നീട് ഭയങ്കര സങ്കടത്തിൽ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാതിരിക്കുന്ന വില്യത്തിനെ കാണിക്കുകയാണ്. അവന്റെ തൊട്ടടുത്ത് തന്നെ പോലീസുകാരുണ്ട്. അപ്പൊ രാവിലെ വന്ന ആ ഒരു ഭീഷണിക്കത്ത് അവർ കണ്ടു. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ, സാറേ ഞാനൊരു വക്കീലാണ്, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കത്ത് വരാറുണ്ട്. ഓക്കെ വില്യം, രാവിലെ മുതൽ സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുത്ത് പറയാൻ ചോദിക്കുകയാണ്. അങ്ങനെ വില്യം വീണ്ടും ഇന്ന് നടന്ന ആ ഒരു കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. രാവിലെ ഓഫീസിലേക്ക് പോയ സമയത്ത് ഭാര്യ റീതു വിളിച്ചു. എന്തിനാ വിളിച്ചെന്ന് ചോദിച്ചപ്പോ കാറിന്റെ കീ എവിടെയെന്ന് ചോദിക്കുന്നത്. അപ്പൊ വില്യം പറഞ്ഞു, എന്റെ പൊന്നു റീതു, നിനക്കതൊന്ന് തപ്പിയാ പോരെ, അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. മാത്രമല്ല, ഓഫീസിന്റെ പുറത്തേക്ക് വന്നപ്പോൾ ഒരുപാട് പത്രക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തായി സാറേ ആ ഒരു കേസ്, അതായത് ജോസോൺ മർഡർ കേസ്. ഈ ഇടയായിട്ട് അജ്ഞാതമായ ഒരാളുടെ ഡെഡ് ബോഡി കിട്ടിയായിരുന്നു, ജോസോൺ. അയാളുടെ ആ ഒരു മർഡർ കേസാണ് വില്യം ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദിച്ച ആ ഒരു പത്രക്കാരോട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, നമുക്ക് അധികം വൈകാതെ കൊലയാളിയെ കണ്ടുപിടിക്കാം എന്ന് വില്യം പറയാണ്. ഇതിനുശേഷം വില്യം നേരെ പോകുന്നത് സ്റ്റേഷനിലാണ്. അവിടെ പെറ്റി കേസിൽ പെട്ടെടുക്കുന്ന ഒരു ലേഡിയെ കാണാൻ വേണ്ടിയിട്ട്. ആള് ഇതുപോലെ പെറ്റി കേസിൽ പെടുകയാണെങ്കിൽ ഭയങ്കര തലയാണ് അവൾക്ക്. തൽക്കാലം നമുക്ക് ഈ ഒരു ലേഡിയെ ജോലി എന്ന് വിളിക്കാം. അപ്പൊ ജോലിനെ കാണാൻ വേണ്ടിയിട്ട് വില്യം എന്തിനാണ് സ്റ്റേഷനിലേക്ക് വന്നതെന്ന് വെച്ചാൽ, അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മർഡർ കേസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു തെളിവ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കണമെങ്കിൽ ആദ്യം എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതാണ് ജോലി പറയുന്നത്. ഇപ്പൊ വില്യം പറയാണ്, അതൊക്കെ ഞാൻ ഇറക്കാം, പക്ഷേ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എവിഡൻസ് എന്റെ വീട്ടിലെത്തിയിരിക്കണം. ഇതിനുശേഷം വില്യം നേരെ അവന്റെ ഓഫീസിലേക്ക് പോവാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അവന്റെ ഒറ്റ ചങ്ങാതി ഉണ്ട്. ആ ചങ്ങാതി പറയണ, ഡാ വില്യം, നിനക്ക് പ്രൊമോഷൻ കിട്ടിയാട്ടോ, അതായത് ഇനി ഈ കേസൊന്നും നീ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊമോഷൻ കിട്ടിയത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല ജോലിയിലേക്കാണ് ഇനി വില്യം പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇത്രയും ദിവസം ഹാൻഡിൽ ചെയ്ത ആ ഒരു കേസ് മുഴുവനും അവിടെ ഒരു ഫയലാക്കി വെക്കുന്നുണ്ട്. ഇനി അടുത്തത് ആരാണോ ഈ വില്യമിന്റെ പൊസിഷനിലേക്ക് വരുന്നത്, അവരായിരിക്കും ഈ ഒരു കേസൊക്കെ ഇനി ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പൊ അത് മുഴുവൻ ഒരു ഫയലാക്കി വെച്ചെന്ന് പറഞ്ഞില്ലേ, അതിൽ ഓൾ ദ ബെസ്റ്റ് എഴുതുന്നുണ്ട്. ഈ സമയത്ത് വില്യമിന്റെ വൈഫ് റീതു, അവളൊരു ഡോക്ടറാണ്. അപ്പൊ അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. കോളല്ല, ഒരു മെസ്സേജ്, അതായത് വില്യം തന്നെ അയച്ച മെസ്സേജ് ആണ്. എടോ, ഇന്ന് വൈകുന്നേരം എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ, ജോലി സംബന്ധമായ കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ്
മെസ്സേജ് അയച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ റീതുവിന് ഒരു ഇച്ചിരി വിഷമാവുന്നുണ്ട്. എന്നാൽ വില്യത്തിന് ജോലിയുടെ ബിസി ഒന്നും ആയിരുന്നില്ല. പുതുതായിട്ട് അവന്റെ പൊസിഷനിലേക്ക് ഒരു ലേഡി വരുന്നുണ്ടല്ലോ, കേസി, അവൾക്കായിട്ട് ഒരു പാർട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. സോ എല്ലാവരും കൂടെ കള്ളു പിടിച്ചുകൊണ്ട് അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വില്യമിന്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് മുടിയെല്ലാം നീട്ടി കണ്ണാടി വെച്ച ഒരു ലേഡിയെ കണ്ടില്ലേ, അവളാണ് കേസി. അങ്ങനെ കേസിയുടെ കയ്യിൽ വില്യം അവൻ അന്വേഷിച്ച ആ ഒരു കേസിന്റെ ഫയൽ മുഴുവൻ ഏൽപ്പിക്കുകയാണ്. ഇതേ നേരം തന്നെ വീണ്ടും റീതു വിളിക്കുന്നുണ്ട്. എന്നാൽ വില്യം ആ ഒരു ഫോൺ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പൊ റീതു വലിയൊരു പ്രശ്നത്തിൽ പെട്ടുകിടക്കുകയായിരുന്നു. അവളുടെ കാറ് മറ്റൊരു കാറിൽ ചെന്നിടിച്ച് അതിന്റെ മുൻഭാഗത്ത് സ്ക്രാച്ച് ഒക്കെ ആയിട്ടുണ്ട്, എന്തൊക്കെയോ വിഷയമായിട്ടുണ്ട്. ഒറ്റയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വില്യമിനെ വിളിച്ചത്. എന്നാൽ വില്യം ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ഒറ്റയ്ക്ക് തന്നെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് റീതു നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയ സമയത്ത് വീട്ടിലേക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് എപ്പോഴത്തെയും പോലെ തന്നെ ഭീഷണിക്കത്തായിരിക്കും എന്ന് കരുതിയിട്ട് റീതു എന്താ ചെയ്തതെന്നറിയോ, അത് നേരെ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഡസ്റ്റ്ബിനിലേക്ക് അങ്ങിടുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് കയറിപ്പോയി നോർമൽ ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാണ്. എന്തായാലും വില്യം വരാൻ വൈകും. അതുകൊണ്ട് അവള് ജോലിയെല്ലാം കഴിഞ്ഞ് പോയിട്ട് കിടക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞു. കുറെ നേരം എന്ന് പറഞ്ഞാൽ ഒരു 3:30 ആയിട്ടുണ്ട്. രാത്രി 3:30 കേട്ടോ. അവന്റെ പാർട്ടിയും ഇതെല്ലാം കഴിഞ്ഞ് കുടിച്ച് ബോധമില്ലാതെ അവൻ രാത്രി വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ തന്നെ റീതു ഇന്ന് കാർ ആക്സിഡന്റ് ആക്കിയല്ലോ, അതിന്റെ ആ ഒരു പാട് അവൻ കാണുന്നുണ്ട്. കാർ മുട്ടി, ഇനി ഇതിന് പൈസ കളയേണ്ടി വരുമല്ലോ. അതുപോലെ റീതുവിനെ വിളിച്ചുകൊണ്ട് വില്യം ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ലൈറ്റ് മുഴുവൻ ഓഫാണ്. അതുപോലെ തന്നെ അവിടെ ഇവിടെയായിട്ട് ഓരോന്ന് വീണ് കിടക്കുന്നതും കാണുന്നുണ്ട്. പിന്നീട് വന്ന് നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന റീതുവിനെ കാണുകയാണ്. അതായത് റീതു മരണപ്പെട്ട വിവരം എങ്ങനെയാണ് വില്യം അറിഞ്ഞത്. അപ്പൊ ഈ കാര്യങ്ങൾ മുഴുവൻ പോലീസുകാരനോട് പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ പോലീസുകാർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് ഒരു കറുത്ത കാറിൽ വന്ന ആളാണ് കൊലപാതകം നടത്തിയത്. അപ്പൊ ആ ഒരു കാറിന്റെ നമ്പർ കിട്ടിയോന്ന് വില്യം ചോദിച്ചപ്പോൾ ഇല്ല, CCTVയിൽ ആ നമ്പർ പതിഞ്ഞില്ല എന്ന് പറയണം. ഇതേ നേരം തന്നെ വില്യം പറയണം, അങ്ങനെയാണെങ്കിൽ വീടിന്റെ മുന്നിൽ എന്റെ കാറ് വെച്ചിട്ടുണ്ട്, അതിലൊരു ഡാഷ് ക്യാമറ ഉണ്ട്, അതിൽ വിഷ്വൽ പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്പർ കിട്ടിയാലോ. ഇപ്പൊ പോലീസ് പറയാണ് ആ ക്യാമറയും കില്ലർ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. ഇതിനുശേഷം മോള്, അതായത് ഹുവാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഭയങ്കര സങ്കടത്തിലാണ്. വില്യം അവളെ പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് പതിയെ ഓരോ ദിവസങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. വില്യത്തിന് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുകയാണ്. ഇപ്പോൾ നേരത്തിന് വീട്ടിൽ വന്നായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും മരണപ്പെട്ടില്ലായിരുന്നു. പിന്നീടുള്ള ഓരോ ദിവസവും ആ ഒരു കുറ്റബോധത്തിൽ നീറി ജീവിക്കുകയാണ് വില്യം. മാത്രമല്ല ആ കേസ് പോലീസുകാർ അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് വില്യം അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ യാതൊരു ക്ലൂവും കിട്ടുന്നില്ല. എന്നാൽ അവന്റെ കയ്യിലൊരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ ഭാര്യയുടെ ആ ഒരു കൊലപാതകം, ആ ഒരു മർഡറുമായി ബന്ധപ്പെട്ട A to Z എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുകയാണ്. എങ്ങനെയാണ് കൊലയാളി വീട്ടിലേക്ക് വന്നത്, ഏത് കാറിലാണ് വന്നത്, എങ്ങനെയാണ് സംഭവം ഉണ്ടായത്, അങ്ങനെ എല്ലാ കാര്യവും അവന്റെ ആ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ പോയി ഇപ്പൊ 1 വർഷം ആവാനായി. മര്യാദക്ക് ജോലിക്ക് പോയില്ല, മര്യാദക്ക് ഹുവാന് നോക്കില്ല, അതുപോലെ തന്നെ സ്വന്തം കോലം വരെ നോക്കില്ല. ഒരുമാതിരി ഒരു കുത്തഴിഞ്ഞ ജീവിതം എന്ന് പറയാം. ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും, അവിടെ പോയിട്ട് കച്ചറ ഉണ്ടാകും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 1 വർഷം ആവാനായിട്ടുണ്ട്. നാളെ ആയി കഴിഞ്ഞാൽ 1 വർഷം കംപ്ലീറ്റ് ആവും റീതുവിന്റെ ആ ഒരു മരണം സംഭവിച്ചിട്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അവരോട് കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ടിവിയിൽ ഒരു വാർത്ത കാണുന്നത്. ഒരു വലിയ കമ്പനി, ആ കമ്പനിയിലെ ഒരു എംപ്ലോയി സ്വന്തം ശരീരത്തിൽ തീ കൊളുത്തി മരിച്ചിരിക്കുകയാണ്. സിനിമയുടെ ആരംഭത്തിൽ ഒരു കൊലപാതകം കണ്ടില്ലേ, അന്ന് മരിച്ച ആള് വർക്ക് ചെയ്ത അതേ കമ്പനിയിൽ തന്നെയാണ് ഇപ്പൊ തീ പൊള്ളലേറ്റ് മരിച്ച് ഇയാൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ടിവിയിൽ ആ ഒരു വാർത്തയെല്ലാം കാണിക്കുന്നുണ്ട്. പോലീസുകാരോട് വഴക്കെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ വില്യം നേരെ അവന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഭയങ്കരമായിട്ട് സങ്കടവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഫ്രണ്ട് പറയുന്നുണ്ട്, ഡാ സംഭവം നടന്ന് 1 വർഷമായിട്ടുണ്ട്, അത് വിട്, നിനക്കൊരു ജോലിയില്ലേ, മര്യാദക്കൊന്ന് ഓഫീസിലേക്ക് വന്നൂടെ, ഒരു മോളുണ്ട്, അവളുടെ കാര്യങ്ങൾ ആലോചിക്കുന്നു പറയണം. ആ സമയത്ത് വില്യത്തിന് എന്തൊക്കെയോ ബോധോദയം വരുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരന്റെ കൂടെ നേരെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് അവന്റെ ആ ഒരു വണ്ടിയിലെ സ്ക്രാച്ച് കണ്ടിട്ട് അവന്റെ ആ ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എടാ ഇതൊന്ന് പണിയെടുപ്പിച്ചൂടെ, ഒന്ന് വൃത്തിയാക്കിക്കൂടെ, അന്ന് നടന്ന അപകടത്തിൽ ഉണ്ടായതല്ലേ ഇത്. അതായത് 1 വർഷം മുന്നേ റീതുവിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചില്ലേ, കാറ് മറ്റൊരു കാറിൽ പോയി തട്ടിയില്ലേ, അപ്പൊ കാറിന്റെ മുൻഭാഗത്ത് ഒരു പാട് വന്നതാണ്, അത് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇതുവരെയായിട്ടും അവൻ അത് പണിയെടുപ്പിച്ചിട്ടില്ല. പിന്നീട് വില്യം വീട്ടിലേക്ക് കയറി പോകാൻ നിൽക്കുമ്പോൾ കുറച്ച് ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതായത് അധികം വൈകാതെ ഇവിടെ ഒരു ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രൊമോഷൻ ആയിട്ടാണ് ഇവർ അങ്ങോട്ടേക്ക് വന്നത്. സ്ഥാനാർത്ഥിയുടെ പേര് പാർക്ക് സി മോൺ എന്നാണ്. അപ്പൊ അയാളുടെ ആ ഒരു കാർഡും എന്താ പറയാ ബ്രൗഷറും എല്ലാം ഇപ്പോൾ വില്യംസിന് കൊടുക്കുകയാണ്. എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ കൊടുത്തതാണ്. അങ്ങനെ പാർക്ക് സി മോന്റെ ആ ഒരു കാർഡ് മേടിച്ചുകൊണ്ട് വില്യം ഉള്ളിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ പോവാനാണെങ്കിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാണ്. വില്യത്തിന് ഭയങ്കരമായിട്ട് സങ്കടമായി. എങ്ങനെ ഉണ്ടായിരുന്ന വീടാണിത്, ആകെ മാറിപ്പോയി. അവന്റെ ഉള്ളിലും വല്ലാത്തൊരു കുറ്റബോധമാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ അടിമുടി മാറുന്നുണ്ട്. ക്ലീൻ ഷേവ് ചെയ്ത് നല്ല വൃത്തിയിൽ വസ്ത്രം ധരിച്ച് മോളെ വിളിച്ചിട്ട്, മോളെ ഇന്ന് ഞാൻ നിന്നെ സ്കൂളിലാക്കി തരാന്ന് പറഞ്ഞിട്ട് അവളുമായിട്ട് നേരെ സ്കൂളിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഹുവാൻ ആകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 1 വർഷമായിട്ട് അച്ഛൻ ഇങ്ങനെയല്ല, ഒറ്റയടിക്ക് എങ്ങനെ അച്ഛൻ മാറിയത്. അങ്ങനെ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഹുവാനോട് ചിരിച്ചുകൊണ്ട് തന്നെ വില്യം പറയണം, മോളെ നേരത്തെ വരണം കേട്ടോ, അച്ഛനിന്നും കൂട്ടാൻ വരും, ഇന്ന് നമുക്കൊരു ഡിന്നർ കഴിക്കാൻ പോകണം, ഇന്ന് അമ്മയുടെ ഓർമ്മ ദിവസമല്ലേ. അതായത് റീതു മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 1 വർഷം തികഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മകളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നിൽക്കുമ്പോൾ ദാണ്ട് വരുന്നു വില്യത്തിന്റെ ഫോണിലേക്ക് ഒരു കോള്. വിളിച്ചത് മറ്റാരുമല്ല, അവന്റെ ഭാര്യയായിട്ടുള്ള റീതു. വില്യത്തിന് ഒരുമാതിരി പ്രാന്തളകുകയാണ്. എല്ലാം മറന്ന് പുതിയൊരു ലൈഫ് തുടങ്ങാൻ എന്ന് വെച്ച് നിൽക്കുമ്പോൾ ആരാണ് ഈ വിളിച്ച് ആളെ കളിയാക്കുന്നത്. എന്നാൽ ഇപ്പൊ വില്യത്തിന് വിളിച്ച് റീതു പറയാണ്, അല്ല നിങ്ങൾ എവിടെ ആ ഒരു കാറിന്റെ ചാവി വെച്ചത്, അതെവിടെയും കാണുന്നില്ലല്ലോ. വില്യത്തിനൊന്നും പറയാൻ കഴിയുന്നില്ല. അവിടുന്ന് തന്നെ മോള് സംസാരിക്കുന്ന ആ ഒരു കാര്യം കേൾക്കുന്നുണ്ട്. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ലേഡിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾ എന്നെ പ്രാങ്ക് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയുടെ ഫോൺ പിടിച്ച് മേടിക്കുകയാണ്. എന്നാൽ ആ ലേഡി വേറെ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല വില്യം ഇങ്ങനെ ആ ഒരു ഫോൺ അതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ റീതു സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ഹുവാൻ സംസാരിക്കുന്നത്
സംസാരിക്കുന്നത് അതെല്ലാം കേൾക്കുന്നുണ്ട്. അവനാകെ ഒരുമാതിരി കിളി പാറിയതുപോലെ ആയി പോവാണ്. പ്രാങ്ക് ചെയ്യാനാണെങ്കിലും ഇതുപോലെ കഴിഞ്ഞ വർഷം നടന്ന അതേ കാര്യം തന്നെ എങ്ങനെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്? വല്ലാത്തൊരു അന്താളിപ്പിൽ വില്യം നേരെ ഓഫീസിലേക്ക് പോകണം. അതേ സമയത്ത് തന്നെ അവന്റെ കൂട്ടുകാരൻ വന്നിട്ട് നീ വന്നല്ലേ, വാ. അങ്ങനെ അവനെയും കൂട്ടി നേരെ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ദാണ്ടെ ടിവിയിൽ മറ്റൊരു വാർത്തയോടെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അതായത് 2014 ഉണ്ടായ ആ ഒരു സോളാർ വിൻഡ് ഉണ്ടല്ലോ, അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു സോളാർ വിൻഡ് ഇന്ന് കൂടെ ഉണ്ടായിരിക്കുകയാണ് സ്പേസിൽ. അതുകൊണ്ട് തന്നെ ഫോണിന് സിഗ്നൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ഫോണിൽ സിഗ്നൽ പോകുന്നുണ്ട്. കുറച്ചു നേരത്തേക്കാണ് ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് 2014 ഉണ്ടായിരുന്ന റീത് ഫോൺ ചെയ്തപ്പോൾ ആ ഫോൺ കോൾ നേരെ 2015 ഉണ്ടായിരുന്ന വില്യത്തിന്റെ ഫോണിലേക്ക് വന്നതെന്ന് കൺഫ്യൂസ് ആവുന്നുണ്ടല്ലേ? ഓക്കെ, കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു വർഷത്തിന് ശേഷമാണ് വില്യം ഓഫീസിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അവനാകെ ആ ഒരു കൺഫ്യൂസിലാണ്. അതേ സമയത്തുണ്ട് വീണ്ടും നമ്മുടെ റീത് ഫോൺ വിളിക്കുന്നത്. അപ്പൊ വില്യം ചോദിക്കുന്നുണ്ട്, സത്യം പറ, നീ ആരാണ്? എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ച് കളിയാക്കാൻ നിൽക്കുന്നത്, പറ്റിക്കാൻ നിൽക്കുന്നത്? ഇതേ നേരം റീത് പറയാണ്, അല്ല ചങ്ങായിയെ, നിങ്ങൾക്ക് എന്താ പ്രാന്തായോ? ഞാൻ നിങ്ങളുടെ കെട്ടിയോള്, 10-14 വർഷമായിട്ട് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന നിങ്ങളുടെ കെട്ടിയോള്. അല്ല, സാധാരണ നിങ്ങൾ വൈകുന്നേരമല്ലേ കുടിക്കാൻ പോക്ക്, ഇപ്പൊ തന്നെ നിങ്ങൾ കുടിച്ചോ, നിങ്ങളുടെ ബോധം പോയെന്ന് ചോദിക്കുകയാണ്. എന്നാൽ വില്യത്തിന് തിരിച്ച് റീതുവിനോട് മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം റീത് വിളിക്കുന്നത് 2014 നിന്നും ആ കോൾ ഇപ്പൊ എടുത്തിരിക്കുന്നത് വില്യം, അവനിപ്പോ ഉള്ളത് 2015. വല്ലാത്തൊരു പ്രതിഭാസം തന്നെയല്ലേ? എന്തായാലും ഇപ്പൊ വില്യം പറയാണ്, ഓക്കെ, നീ ഇപ്പോൾ ഉള്ള വർഷം എന്ന് പറയുന്നത് അത് 2015 അല്ലേ ചോദിക്കുമ്പോൾ റീത് പറയാണ് 2015. നിങ്ങൾക്ക് എന്താ മനുഷ്യ, കിളി പോയോ? ഇത് 2014. വില്യം ആകെ ഷോക്കായി പോകുന്നുണ്ട്. അതായത് ഒരു ടൈം ട്രാവൽ കോളാണ് ഇതെന്ന് ഒരു പരിധി വരെ അവന് മനസ്സിലായി. അതുപോലെ ഇപ്പൊ സമയം എത്രയെന്ന് വില്യം ചോദിക്കുമ്പോൾ റീതു പറയാണ് 4:30 ആകാനായിട്ടുണ്ട്. ഓക്കെ റീതു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. അതായത് വില്യത്തിന് അറിയാം ഇന്ന് രാത്രിയാണ് റീതു കൊല്ലപ്പെടാൻ പോകുന്നത്, എത്രയും പെട്ടെന്ന് അത് തടുക്കണം. അപ്പൊ വില്യം ആ ഒരു കാര്യം റീതുവിനോട് പറയുന്നുണ്ട്. ഇന്ന് വീട്ടിലേക്ക് നീ പോവാൻ നിൽക്കുമ്പോൾ നിനക്കൊരു കാർ അപകടം ഉണ്ടാവും. അതുണ്ടായി കഴിഞ്ഞാൽ ഉടനടി നീ മറ്റെങ്ങോട്ടെങ്കിലും പോവുക, വീട്ടിലേക്ക് പോകാൻ പാടില്ല, അത് വലിയ അപകടം ഉണ്ടാക്കും. എന്ന റീതുവിനൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ കിളി ശരിക്കും പോയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഫോൺ വെക്കുകയാണ്, ഒരു അർജന്റ് കേസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവള് വേഗം ഫോൺ വെച്ച് പോവാണ്. അങ്ങനെ അന്നത്തെ ആ ഒരു ജോലിയെല്ലാം കഴിഞ്ഞു റീതു ഇപ്പൊ നേരെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ മകളായിട്ടുള്ള ഹുവാനോട് സംസാരിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. ആ നേരം മുന്നിലുണ്ടായിരുന്ന ഒരു കാറിൽ കൊണ്ടായിട്ട് ഒരൊറ്റ കുത്തുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ബ്രേക്ക് ചവിട്ടാൻ പറ്റി. ആ ആക്സിഡന്റ് അവിടെ നടന്നില്ല. എന്നാൽ പകരം പിന്നിലുണ്ടായിരുന്ന ഒരു കാറ് വന്നിട്ട് അവളുടെ ആ ഒരു കാറിൽ തട്ടുന്നുണ്ട്. അതായത് ചെറിയൊരു ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. റീതു ആകെ ഞെട്ടിപ്പോവാണ്. നടക്കാൻ പോകുന്ന ഈ ആക്സിഡന്റ് അതെങ്ങനെയാണ് വില്യം നേരത്തെ അറിഞ്ഞത്? ഇതിനുശേഷം 2015 വില്യത്തിനെ കാണിക്കുകയാണ്. അതായത് അവൻ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ഈ വന്നിരിക്കുന്ന ആ ഒരു കോള് അത് 2014 നിന്നാണ്, അത് അവന്റെ ഭാര്യയാണ്. പൂർണ്ണമായിട്ടും ആ ഒരു കാര്യത്തിൽ വിശ്വാസം വന്നിട്ടില്ല. മേ ബി ഇതൊരു പ്രാങ്ക് കോൾ ആയിരിക്കാം. അങ്ങനെ അന്നത്തെ ആ ഒരു ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവന്റെ കാറിന്റെ മുൻഭാഗത്താണല്ലോ ആ ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ വന്ന് നോക്കുമ്പോൾ ആ കാറിൽ സ്ക്രാച്ച് മുൻഭാഗത്തില്ല, പകരം സ്ക്രാച്ച് ഉള്ളത് പിൻഭാഗത്താണ്. അവനാകെ ഞെട്ടിപ്പോയി. പാസ്റ്റിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ ഇതുപോലെ മാറ്റങ്ങൾ വന്നത്. പണ്ട് അപകടം നടന്നത് മുൻഭാഗത്താണല്ലോ, അതുകൊണ്ട് മുൻഭാഗത്ത് സ്ക്രാച്ച് ഉണ്ടായി. എന്നാൽ ഇപ്പൊ അപകടം ഉണ്ടായിരിക്കുന്നത് പിൻഭാഗത്താണ്, അതുകൊണ്ടാണ് സ്ക്രാച്ച് ഇപ്പൊ പിൻഭാഗത്ത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്തെങ്കിലും ഒരു കാര്യം ഭൂതകാലത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാവി കാലത്തിലും പ്രതിഫലിക്കും. ഇപ്പൊ ഏകദേശം കാര്യം മനസ്സിലായ വില്യം നേരെ വീട്ടിലേക്ക് ഓടി പോവാണ്. ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യം ഒരു ഡയറിയിൽ അവൻ എഴുതി വെച്ചില്ലേ, അതെടുത്ത് വായിക്കുകയാണ്. അതായത് രാത്രി 6:30 to 8:30 ആ സമയത്താണ് കില്ലർ വീട്ടിലേക്ക് വന്ന ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് തന്നെ റീതുവിനെ വിളിക്കണം. എന്നാൽ അവളെ അങ്ങോട്ടേക്ക് വിളിക്കാൻ പറ്റില്ല, പകരം റീതുവിന് ഇങ്ങോട്ടേക്ക് വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അവളുടെ ആ ഒരു കോളിന് വേണ്ടിയിട്ട് വില്യം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റീതു അവളുടെ വീട്ടിലേക്ക് പോയി. അന്നുണ്ടായിരുന്ന ആ ഒരു സംഭവം തന്നെ നടക്കുകയാണ്. അതായത് വീടിന്റെ ആ ഒരു വാതിൽക്കലായിട്ട് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. എന്നാൽ അതൊരു ഭീഷണിക്കത്തായിരിക്കുമെന്ന് കരുതിയിട്ട് നേരെ അതെടുത്ത് ഡസ്റ്റ്ബിനിലേക്ക് ഇടുകയാണ്. പിന്നീട് വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി ചില ജോലികളൊക്കെ ചെയ്തതിനു ശേഷം റീതു ഇപ്പോൾ വില്യമിനെ വിളിക്കുകയാണ്. നേരെ കോള് പോകുന്നത് 2014 നിന്നും 2015 ഫോൺ എടുത്ത പാട് തന്നെ വില്യം ചോദിക്കുകയാണ്, നീ എന്തിനാ വീട്ടിലേക്ക് പോയത്? ഞാൻ അങ്ങോട്ടേക്ക് പോണ്ടെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ റീതു പറയണം, അതൊക്കെ അവിടെ നിൽക്കട്ടോ. ഇന്ന് നടക്കാൻ പോകുന്ന ആ ഒരു ആക്സിഡന്റ് അതെങ്ങനെയാ നീ നേരത്തെ അറിഞ്ഞത്? എന്താണോ ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പൊ വില്യം പറയാണ്, റീതു ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഓ പിന്നെ അതിന് മാത്രം എന്താ ഇത്ര വലിയ കാര്യമെന്ന് റീതു ചോദിച്ചപ്പോൾ വില്യം പറയാണ്, അതായത് നീ എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ ഉള്ളത് 2015 നീ ഉള്ളത് 2014. ഇത് കേട്ടപാട് തന്നെ റീതു ചോദിക്കാണ്, അല്ല മോനെ വില്യം, ഇന്ന് നീ കുടിച്ചത് കള്ളല്ലേ, വലിച്ചത് കഞ്ചാവേറ്റാണ്? ഇമാതിരി മണ്ടത്തരങ്ങൾ പറയുന്നു. അതാ റീതു ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല. സത്യം പറയാണ്, ഞാൻ ഇപ്പൊ 2015. പിന്നെ വേറൊരു കാര്യം പറയുന്നത് കേട്ട് നീ ഞെട്ടരുത്. അധികം വൈകാതെ വീട്ടിലേക്ക് ഒരു കില്ലർ വരുന്നുണ്ട്. ആ ആള് നിന്നെ കൊല്ലാൻ വേണ്ടി പോവാണ്. ഇത് കേൾക്കുന്ന സമയത്ത് റീതു അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. ഇതേ നേരം തന്നെ ആരും ഒരാൾ വന്നിട്ട് കോണിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പൊ വില്യം പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നീ തുറക്കല്ലേ, അങ്ങോട്ടേക്ക് പോവല്ലേ. എന്നാൽ അത് മൈൻഡ് ആക്കാതെ ഇത് പോയിട്ട് ആ ഒരു കഥക് തുറക്കുന്നുണ്ട്. എടോ മനുഷ്യ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഇത് ഡെലിവറി ബോയ് ആണ്. അങ്ങനെ ഡെലിവറിക്ക് വന്ന ആ ഒരു സാധനം എല്ലാം എടുത്തു വെച്ച് വീണ്ടും സംസാരിക്കുമ്പോൾ മറ്റൊരു കോണിംഗ് ബെല്ല് കേൾക്കുകയാണ്. അപ്പോഴും വില്യം പറയുന്നുണ്ട്, റീതു ദയവ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവല്ലേ, പ്ലീസ് പ്ലീസ്. എന്നാൽ അത് കേൾക്കാതെ വീണ്ടും റീതു ആ ഒരു വാതിൽ തുറക്കാൻ വേണ്ടി പോകുമ്പോൾ ഡിസ്പ്ലേയിൽ, അതായത് പുറത്തുള്ള കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ക്യാമറയിലൂടെ പുറത്ത് വന്ന് നിൽക്കുന്ന ആ ആളെ
കാണുകയാണ്. കണ്ടപ്പോൾ തന്നെ റീതു ആകെ പേടിച്ചു പോയി. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി. വില്യത്തിനോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ റീതു ആദ്യം പോയിട്ട് നീ പിറകിലെ കഥ കിടക്കുന്നു പറയണം. കാരണം ആ കഥയിലൂടെയാണ് കില്ലർ ഉള്ളിലേക്ക് കയറി വന്നത്. ഒരു വർഷം മുന്നേ നടന്ന എല്ലാ കാര്യം വില്യം അവന്റെ ആ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് വെച്ചാണ് റീതുവിനോട് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ റീതു വേഗം പോയിട്ട് ആ ഒരു കില്ലർ കടക്കാൻ നിൽക്കുമ്പോഴേക്കും ബാക്ക് ഡോർ അത് ക്ലോസ് ചെയ്യാണ്. മാത്രമല്ല പിന്നീട് എങ്ങനെയൊക്കെയോ ആ ഒരു കള്ളനുള്ളിലേക്ക് കയറി വരുന്നുണ്ട്. അപകടം അത് മനസ്സിലായതുകൊണ്ട് തന്നെ റീതു പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ഡോർ ഉണ്ടല്ലോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആവാണ്. ഓൾറെഡി അതിനെന്തോ കംപ്ലൈന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കില്ലർക്ക് അത് തുറക്കാൻ പറ്റിയില്ല. നേരെ റീതു ഓടി ചെല്ലുന്നത് സ്റ്റേഷനിലേക്കാണ്. ഇതുപോലെ വീട്ടിലേക്ക് ഒരു കള്ളം വന്ന് കയറി എന്ന് പറയാണ്. ഈ നടക്കുന്നത് 2014 കേട്ടോ. അതുപോലെ തന്നെ 2015 നടക്കുന്ന കാര്യം കാണാണ്. അതായത് വില്യം ഇതിനുശേഷം നേരെ പോകുന്നത് സ്റ്റേഷനിലേക്കാണ്. സ്റ്റേഷനിലേക്ക് പോയ പാടിന് സാറേ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഒരു ലേഡി എന്തെങ്കിലും ഒരു കംപ്ലൈന്റുമായിട്ട് രാത്രി ഇവിടെ വന്നായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അവന്മാരൊക്കെ നന്നായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയാണ് ഈ രാത്രി വന്നിട്ട് എന്തൊക്കെയാണ് നീ ചോദിക്കുന്നത്? അല്ല സാറേ ഈ ഒരു ഏരിയയിൽ കഴിഞ്ഞ ഒരു വർഷം മുന്നേ എന്തെങ്കിലും ഒരു കൊലപാതകമോ അങ്ങനെ എന്തെങ്കിലും നടന്നു എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പോയടാ അവിടുന്ന്, ഒന്നും നടന്നിട്ടില്ല എന്ന് പറയണം. വലിയ ആകെ കൺഫ്യൂസ് ആയി പോകുന്നുണ്ട്. മാത്രമല്ല അവന്റെ ആ ഒരു ഡയറി തുറന്നു നോക്കുമ്പോൾ അതിലൊന്നുമില്ല, ഫുൾ ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. അതായത് 2014 അവന്റെ ഭാര്യ ഇപ്പൊ മരിച്ചിട്ടില്ല. വില്യം അവളെ വിളിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ അവൾ സേഫ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പോയി പോലീസുകാരെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പോഴേക്കും ആ ഒരു കില്ലർ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് റീതു വീണ്ടും വില്യത്തിന് വിളിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? ശരിക്കും നിങ്ങൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ വില്യം കാര്യം പറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അത് തന്നെയാണ് കാര്യം, സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത് 2015 അതുപോലെ റീതു നമ്മുടെ വീട്ടിന് പുറത്തായിട്ട് ഒരു കറുത്ത കാറ് വന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ആ ഒരു നമ്പർ അത് ഉറപ്പായിട്ട് നമ്മുടെ കാറിന്റെ ഡാഷ് ക്യാമറയിലുണ്ടാവും. നീ വേഗം പോയിട്ട് അതൊന്ന് പരിശോധിച്ചെന്ന് പറയാണ്. റീതു വേഗം പോയിട്ട് ക്യാമറയിൽ ആ ഒരു വിഷ്വൽ പരിശോധിക്കുമ്പോൾ ആ ഒരു കറുത്ത കാറ് അതിന്റെ ആ ഒരു നമ്പർ അവൾക്ക് കിട്ടുന്നുണ്ട്. വേഗം തന്നെ വില്യത്തിനോട് പറഞ്ഞു കൊടുക്കണം. അത് അവന്റെ മൈൻഡിൽ അവൻ ഓർത്ത് വെക്കുന്നുണ്ട്. ഇതേ നേരത്തെ തന്നെ 2014 ഇരിക്കുന്ന റീതുവിന്റെ അടുത്തേക്ക് ഒരു പോലീസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വന്നയാന്ന് പറയണം. ഇതിനുശേഷം 2015 വില്യത്തിനെ കാണിക്കുകയാണ്. അവനിപ്പോ ആ ഒരു സ്റ്റേഷനിലാണല്ലോ. എന്തായാലും അന്ന് രാത്രി വന്നു പോയ ആ ഒരു കറുത്ത കാറിന്റെ നമ്പർ ഇപ്പൊ അവന് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ആ ഒരു നമ്പർ വെച്ച് അവൻ കംപ്ലൈന്റ് കൊടുക്കാൻ പറയുമ്പോൾ ഇപ്പൊ പോലീസുകാരൊക്കെ ചോദിക്കുകയാണ് നിനക്കെന്താ പ്രാന്താണോ? ഇതുവരെയായിട്ട് നടക്കാത്ത ഒരു കൊലപാതകത്തിന്റെ പേരിൽ കൊലപാതകി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കാറിന്റെ നമ്പർ തരിക, നിനക്കെന്ത് വട്ടാണ്, ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവനൊരു പ്രാന്തനെ പോലെ കാണുകയാണ്. എന്നാൽ ഇതിനുശേഷം വില്യം നേരെ പുറത്തേക്ക് പോയിട്ട് അവന്റെ ആ ഒരു ടെക്കി ഫ്രണ്ട് ഉണ്ടല്ലോ ജൂലിയെ വിളിച്ചിട്ട് ആ കാറിന്റെ നമ്പർ കൊടുത്തിട്ട് അതിന്റെ ആ ഒരു ഡീറ്റെയിൽ എടുക്കാൻ വേണ്ടി പറയണം. അപ്പൊ ജൂലി വില്യത്തിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. സാർ ഇപ്പോഴും ആ ഒരു കേസ് വിട്ടില്ലേ? അതിന്റെ പിന്നാലെ തന്നെയാണോ? ഏത് കേസ് എന്ന് വില്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ മരിച്ചുപോയില്ലേ, ആ ഒരു കേസ് തന്നെ. ഇപ്പൊ വില്യം ആകെ ഞെട്ടിപ്പോവാണ്. ഭാര്യ മരിക്കേ, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മാറ്റിയതാണല്ലോ, അന്ന് രാത്രി അവൾ മരണപ്പെട്ടിട്ടില്ലല്ലോ. എന്നാൽ വില്യം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ജൂലിക്ക് മനസ്സിലാകുന്നില്ല. സാറേ നിങ്ങൾ എന്തേ ഈ പറയുന്നത്? കഴിഞ്ഞ ഒരു വർഷം മുന്നേ അവൾ മരിച്ചുപോയില്ലേ? ആകെ കൺഫ്യൂസ് ആയ വില്യം എല്ലാം എഴുതി വെക്കുന്ന അവന്റെ ആ ഒരു ഡയറി അത് തുറന്നു നോക്കുമ്പോൾ ഒന്നുമില്ലാതെ ഇത്രയും നേരം ബ്ലാങ്ക് ആയി കിടന്നിരുന്ന ആ ഒരു ഡയറി ഉണ്ടല്ലോ അതിൽ പതിയെ പതിയെ എഴുത്തുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരാൻ തുടങ്ങുകയാണ്. അതായത് എങ്ങനെയോ ഭൂതകാലത്തിൽ വീണ്ടും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതിപ്പോ ഭാവി കാലത്തിൽ പ്രതിഫലിക്കുകയാണ്. അപ്പൊ ആ ഒരു ഡയറിയിൽ എഴുതി വെച്ച കാര്യം ഇപ്പൊ വില്യം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ അന്ന് രാത്രി അവൾ കൊല്ലപ്പെട്ടില്ല, പക്ഷെ എപ്പോഴും ആ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ 7 മണി ആയപ്പോഴേക്കും റീതുവിന്റെ ആ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. അതായത് രാത്രി 8 മണിക്ക് നടക്കാനിരുന്ന ആ ഒരു കൊലപാതകം അത് വില്യം തടുത്തെങ്കിലും ആ രാത്രിയിൽ എപ്പോഴോ അവളുടെ കൊലപാതകം അത് വീണ്ടും നടന്നു കഴിഞ്ഞു. അതായത് ഭൂതകാലത്തിൽ മാറ്റങ്ങൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇനി എന്തെങ്കിലും മാറ്റം അത് വരുത്തണമെങ്കിൽ വില്യത്തിന് കോള് വരണം. ആരുടെ ഭാഗത്തുനിന്ന്? റീതുവിന്റെ ഭാഗത്തുനിന്ന്. അവനായിട്ട് എന്തായാലും റീതുവിനെ അങ്ങോട്ടേക്ക് വിളിക്കാൻ കഴിയില്ല. അങ്ങനെ അക്ഷമനായിട്ട് വില്യം അവളുടെ ആ ഒരു കോളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിനുശേഷം 2014 ആ കാറിന്റെ അടുത്തേക്ക് പോയിട്ട് ഡാഷ് ക്യാമറ എടുത്ത് പരിശോധിക്കുന്ന റീതുവിന്റെ അടുത്തേക്ക് ഒരു ഇൻസ്പെക്ടർ വന്നായിരുന്നല്ലോ. ആ ഇൻസ്പെക്ടറോട് റീതു കാര്യങ്ങളൊക്കെ പറയാണ്. ഇപ്പൊ ആ ഒരു ക്യാമറ ഉള്ളത് ആ പോലീസുകാരന്റെ കയ്യിലാണ്. അങ്ങനെ ആ ഒരു പോലീസുകാരനോട് റീതു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അയാൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. എവിടെ ഒന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് റീതുവിനോട് ഫോൺ വിളിക്കാൻ പറയാണ്. അങ്ങനെ റീതു ഫോൺ വിളിക്കുന്നുണ്ട്. നേരെ കോള് 2015 പോയി. അവിടെ കാത്തിരിക്കുന്ന വില്യം കോള് അറ്റൻഡ് ചെയ്യാണ്. കോള് വന്ന പാടിന് വില്യം പറയുന്നത് റീതു ആ ഒരു മർഡർ അത് നടക്കാൻ പോവാണ്, അതായത് നിന്റെ കൊലപാതകം എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നീ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓട്, രക്ഷപ്പെടുന്നു പറയാണ്. എന്നാൽ റീതു പറയാണ് നീ പേടിയൊന്നും വേണ്ട, സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ ഫോൺ ഇപ്പൊ പോലീസുകാരന് റീതു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ പോലീസുകാരൻ ഫോൺ വാങ്ങിയിട്ട് എന്താണ് വില്യം നീ കിടന്ന് കളിക്കുകയാണോ, ആളെ പൊട്ടനാക്കാൻ നോക്കുകയാണോ? ഈ സമയത്താണ് പെട്ടെന്ന് റീതുവിന് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. അതായത് ഭർത്താവിന്റെ പേരെന്താണെന്ന് സ്റ്റേഷനിൽ പോയപ്പോഴും ഇപ്പൊ വന്നപ്പോഴും പറഞ്ഞിട്ടേയില്ല. എന്നാൽ എങ്ങനെയാണ് ഇയാൾക്ക് ഭർത്താവിന്റെ പേര് മനസ്സിലായത്? അതിനർത്ഥം ഇയാളാണ് ആ ഒരു കില്ലർ. യെസ്, ഈ പോലീസുകാരൻ തന്നെയാണ് ആ ഒരു കില്ലർ. അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ റീതു പുറത്തേക്ക് ഒരേറ്റ ഓട്ടോ ഓടുകയാണ് കേട്ടോ. അവളുടെ ആ ഒരു കാറിൽ കയറുന്നുണ്ട്. അപ്പോഴേക്കും അതിന്റെ പിന്നിലൂടെ കയറി വന്നിട്ട് ഈ കില്ലർ റീതുവിന്റെ കഴുത്തിന് പിടിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ ആ സമയത്ത് ഒരു ലൈറ്റർ ഉണ്ടായിരുന്നു. ആ ലൈറ്റർ ഇപ്പോൾ അയാളുടെ മുഖത്തേക്ക് അടിച്ചു പിടിക്കുകയാണ്. അതിൽ വേദനയായിട്ട് ദേഷ്യം കൊണ്ട് റീതുവിന്റെ കാലിലേക്ക് തന്നെ ഒരു കത്തിയെടുത്ത് ഈ കില്ലർ ഒറ്റ കുത്തലാണ്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു കാറുമായിട്ട് രക്ഷപ്പെടാനായിട്ട് അവളെ കൊണ്ട് പറ്റി കേട്ടോ. അതുപോലെ അവളുടെ ഫോൺ പൂർണ്ണമായിട്ടും ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഒരു തരി പോലും ചാർജ് അതിലില്ല. അതുകൊണ്ട് തന്നെ വില്യത്തിനെ വിളിക്കാനും കഴിയില്ല. ഇതേ നേരം ആ ഒരു കില്ലർ ആണെങ്കിൽ വേഗം പുറത്തേക്ക് വന്നിട്ട് അവരുടെ ആളുകളോട് റീതുവിന്റെ ആ ഒരു കാർ നമ്പർ കൊടുത്ത് എവിടെ പോയാലും ആ ഒരു കാർ അത് തപ്പി കണ്ടുപിടിക്കണം
വിളിക്കണമെന്ന് പറയണം. ഇതിനുശേഷം 2015 കാണിക്കുകയാണ്. വില്യം ഇപ്പോഴും ആ ഒരു സ്റ്റേഷനിൽ തന്നെയാണ്. മാത്രമല്ല ആ ഒരു കാറിന്റെ നമ്പർ കിട്ടിയല്ലോ, അത് ജോലിയോട് പറഞ്ഞിട്ട് അതിന്റെ ആ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വേഗം തന്നെ കേസിലുണ്ടായിരുന്ന ഒരു കാർഡിൽ അവൻ എഴുതി വെക്കുന്നുണ്ട്. ആ കാർഡ് നിങ്ങൾ ഇതിനു മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്നലെ രാത്രി വില്യം വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവിടെ നടക്കാൻ പോകുന്ന ആ ഒരു ഇലക്ഷൻ, അതിന്റെ ആ ഒരു സ്ഥാനാർത്ഥിയുടെ കാർഡാണ് അത്. അപ്പൊ ആ ഒരു കാർഡിലാണ് ഈ ഒരു അഡ്രസ്സ് അവൻ എഴുതി വെക്കുന്നത്. ഇതിനുശേഷം ഈ 2015 തന്നെ മറ്റൊരു ഭാഗത്ത് 2014 വെച്ച് റീതുവിനെ കൊന്ന ആ ഒരു കില്ലറെ കാണിക്കുകയാണ്. ഇയാൾക്കൊരു മകളുണ്ട് കേട്ടോ. മകളോട് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോട്ടിൻ സ്യൂട്ട് അല്ലിട്ട ഒരാള് ഈ ഒരു കില്ലറുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ ബോസ് നിന്നെ വിളിക്കുന്നുണ്ട്, ഒന്ന് കാണാൻ വരുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ഈ കില്ലർ പറയാണ്, കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് വേണ്ടി ഒരു കൊലപാതകം ഞാൻ ചെയ്തു കഴിഞ്ഞു, അത് മറ്റൊരുതിന്റെ തലയിൽ ഇട്ടുകൊടുത്തു, വീണ്ടും ഇനി എന്നെ നിങ്ങൾ വിളിക്കാൻ നിൽക്കരുത്. ഇതും പറഞ്ഞ് അയാളോട് കുറച്ച് രൂക്ഷമായിട്ടാണ് ഈ കില്ലർ സംസാരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ആ വന്ന ആള് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് ഈ കില്ലറുടെ മോളെ നോക്കിയിട്ട്, മോളെ സുഖല്ലേ, അച്ഛനോട് നോക്കി കണ്ടൊക്കെ നടക്കാൻ പറയണം കേട്ടോ, അതുപോലെ മോളും സൂക്ഷിക്കണം കേട്ടോ എന്ന രീതിയിൽ ഒരു മറ്റേ വർത്താനം പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ കില്ലറാണെങ്കിൽ ഈ വന്ന ആളെ ഭയങ്കര തുറച്ചങ്ങനെ നോക്കുകയാണ്. ഇതേ നേരം തന്നെ സ്റ്റേഷനിലിരിക്കുന്ന വില്യത്തിനെ കാണിക്കുകയാണ്. എന്നാൽ എന്താണെന്നറിയില്ല, പെട്ടെന്ന് വില്യത്തിന്റെ ക്ലീൻ ഷേവ് ആയിട്ടുള്ള ആ ഒരു ഫേസ് ഉണ്ടല്ലോ, അതിൽ പതിയെ 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 താടി മുളക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ അവന്റെ ആ ഒരു വസ്ത്രം മുഴുവൻ മുഷിഞ്ഞ് നാറാൻ തുടങ്ങി. സെക്കൻഡുകൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതെന്താ വല്ല മാജിക്കൽ സ്റ്റോറി ആണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലേ? എന്നാൽ അതല്ല. അതായത് കഴിഞ്ഞ വർഷം 2014 റീതുവിനെ കൊന്ന് ആ ഒരു കൊലപാതകം ആ കില്ലർ വില്യത്തിന്റെ തലയിൽ ഇട്ടുകൊടുത്തു. അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വില്യം ഒരു കൊലയാളിയാണ്. ആ രീതിയിൽ പാസ്റ്റ് മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് പോലീസുകാർ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കൊലയാളിയാണ് ഈ വില്യം. ആ കൊലയാളിയാണ് ഇപ്പൊ വന്നിട്ട് സ്റ്റേഷനിലിരിക്കുന്നത്. പോലീസുകാർ ഇവനെ കണ്ടപാടിനെ പിടി അവനെന്ന് പറയാണ്. ഒരു പരിധി വരെ വില്യത്തിന് കാര്യം മനസ്സിലായി. വില്യൊന്നും നോക്കിയില്ല, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഓടിച്ചെന്ന് പുറത്തൊരു കാറുണ്ടായിരുന്നു, ആ കാറുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അധികം വൈകാതെ 2015 ഈ കേസ് അന്വേഷിക്കുന്ന ആ ഒരു ഇൻസ്പെക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതി, അയാൾ സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് അയാളെ പിടിക്കാൻ പറ്റിയില്ല അല്ലേ? ഇതേ സമയത്ത് തന്നെ പോലീസുകാർ പറയുന്നത്, സാറേ ഇത് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ഇതിനുശേഷം വില്യത്തിനെ കാണിക്കുകയാണ്. അതായത് അവൻ ആ ഒരു സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നല്ലോ, അതുപോലെ തന്നെ ആ ഒരു കാറിന്റെ അഡ്രസ്സ് ജൂലി അവന് വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ആ വീട്ടിലേക്ക് ഇപ്പൊ വില്യം പോവാണ്. അതായത് ഇത് ആ ഒരു കില്ലറുടെ വീടായിരിക്കണം. അവിടെ വന്ന് അവൻ കുറെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ 2014 നിന്നും അവന്റെ കാറിൽ നിന്നും ഊരിക്കൊണ്ടുപോയ ആ ഒരു ക്യാമറ അത് അവിടെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു ഫയലും. ആ ഫയൽ കണ്ട് വില്യം ഞെട്ടിപ്പോവാണ്. കാരണം വില്യത്തിന് പ്രൊമോഷൻ കിട്ടുന്നതിന് മുന്നേ അവനൊരു കേസ് ഹാൻഡിൽ ചെയ്തായിരുന്നല്ലോ, ജോസോൺ മർഡർ കേസ്. ആ കേസിന്റെ ഫയലായിരുന്നു അത്. എന്നാൽ പ്രൊമോഷൻ കിട്ടിയപ്പോൾ അവന്റെ ആ ഒരു പൊസിഷനിലേക്ക് വരാനിരിക്കുന്ന കേസിക്ക് ആ ഒരു ഫയല് വില്യം കൊടുത്തായിരുന്നു. എന്നാൽ ആ ഒരു ഫയൽ എങ്ങനെയാ ഇവിടെ വന്നത്? അതായത് ഈ കേസുമായിട്ട് കേസിക്ക് നല്ല ബന്ധമുണ്ട്. ഇവിടെ സീൻ കട്ട അടുത്ത സീനിൽ പിന്നീട് കാണിക്കുന്നത് 2014 റീതുവിനെയാണ്. അതായത് അന്ന് രാത്രി വീട്ടിൽ നിന്നും കുത്തേറ്റ് റീതു ഒരു കാറിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്നില്ലേ, എന്നാൽ എങ്ങനെയാണ് അവൾ മരിച്ചതെന്ന് നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു സംഭവമാണ് ഇനി നമ്മളെ കാണിക്കാൻ പോകുന്നത്. റീതു ഇതുപോലെ കുത്തുകൊണ്ട് നേരെ വന്നത് ഹോസ്പിറ്റലിലേക്കാണ്. പേടിച്ചു പോയി അവൾ അവിടെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് 2014 2014 നടക്കുന്ന കാര്യങ്ങൾ ഞാൻ 2014 എന്ന് പറഞ്ഞ് തന്നെ പറയും കേട്ടോ. ഇതിനുശേഷം വീണ്ടും 2015 കാണിക്കുകയാണ്. അതായത് വില്യം ഒരു വീട്ടിലേക്ക് കയറി വന്നില്ലേ, ആ വീട് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ആ കില്ലറിന്റെ വീടാണ്. അപ്പൊ അവൻ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒരുപാട് പോലീസുകാർ ഇതെന്താ നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെറിയൊരു മോഷണ ശ്രമം നടന്നിരിക്കുകയാണ്. ഓക്കെ സാറേ, പക്ഷേ അതിനെന്തിനാ ഇത്രയും പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ ആ മോഷ്ടിക്കാൻ വന്ന ആൾ ഒരു സാധാരണക്കാരനല്ല. കഴിഞ്ഞ ഒരു വർഷം മുന്നേ റീതു എന്നൊരു പെൺകുട്ടിയെ കൊന്ന് മുങ്ങി നടക്കുന്ന ഒരു വക്കീലാണ് ആ ഒരു കൊലയാളി. പേര് വില്യം. ആ വില്യമാണ് ഇപ്പൊ നിന്റെ വീട്ടിൽ കയറിയതെന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സും ഒന്ന് പെട്ടക്കാണ്. കാര്യം എന്താണ്? റീതുവിനെ കൊന്ന് ആ കൊലപാതകം വില്യത്തിന്റെ തലയിൽ ഇട്ടുകൊടുത്തത് ഈ കില്ലറല്ലേ. അപ്പൊ ഇവന്റെ പിന്നാലെ ആരൊരാളുണ്ട്, അതായത് വില്യം ഉണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഈ ജോലി അവനെ ഏൽപ്പിച്ച ആ ഒരു ബോസ് ഉണ്ടല്ലോ, ആ ബോസിന്റെ റൈറ്റ് ഹാൻഡിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ എന്റെ പിന്നാലെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, രക്ഷപ്പെടുത്തണം എന്ന് പറയണം. എന്നാൽ അവൻ പറയുന്നത് ഈ സിറ്റുവേഷനിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം എന്റെ ബോസ് ഇലക്ഷന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്ത് ഇതുപോലുള്ള വള്ളി കേസ് ഞങ്ങൾ പിടിക്കാറില്ല, അതുകൊണ്ട് നീ തന്നെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തെന്ന് പറയാം. ഇതേ സമയത്തിന് വില്യൻ മകളായിട്ടുള്ള ഹുവാനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഹുവാൻ ഫോൺ എടുത്ത അവിടെ തന്നെ പറയണ, അച്ഛൻ എവിടെയാണ്? ഒരിക്കലും എന്നെ വിളിക്കാൻ പാടില്ല, എന്റെ അമ്മയെ കൊന്ന് എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോയ ആളല്ലേ അച്ഛൻ, എനിക്ക് അച്ഛനോട് ഒന്ന് സംസാരിക്കാനെന്ന് പറഞ്ഞപ്പോൾ വില്യം പറയണ, മോൾ എന്താ ഈ പറയുന്നത്? അമ്മയെ ഞാൻ കൊന്നുവെന്നോ? അതൊക്കെ നുണയാ മോളെ, അത് ഞാനല്ല ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ ഹാപ്പി ആയിട്ട് ഇന്ന് രാവിലെ ഹുവാനെ സ്കൂളിലേക്ക് വിട്ടതാണ്. എന്നാൽ 2014 നടക്കുന്ന ഓരോ മാറ്റവും അത് 2015 പ്രതിഫലിക്കുന്നുണ്ട് കേട്ടാ. പിന്നീട് വില്യത്തിനോട് വളരെ മോശമായി സംസാരിച്ചാണ് ഹുവാൻ ആ ഒരു ഫോൺ കട്ട് ചെയ്യാണ്. കാരണം അവളുടെ ചുറ്റും പോലീസുകാരുണ്ടായിരുന്നു. ആ കോള് അവര് ട്രേസ് ചെയ്യായിരുന്നു. എന്തായാലും എവിടെയാണ് വില്യം ഇപ്പോഴുള്ളത്? ആ ലൊക്കേഷൻ പോലീസുകാർക്ക് കിട്ടി. ഇതേ സമയത്തിന് വില്യം എങ്ങോട്ടേക്കാണ് വന്നത്? അവനെ ഏൽപ്പിച്ച ആ ഒരു കേസ് ഫയൽ അതെങ്ങനെയാണ് കേസി എന്ന ആ ഒരു ലേഡിയുടെ കയ്യിൽ നിന്നും കില്ലറിന്റെ വീട്ടിലേക്ക് എത്തിയത് അതറിയാൻ വേണ്ടി കേസിയെ തേടി വില്യം അവളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ അവളെ നന്നായിട്ടൊന്ന് പേടിപ്പിച്ച് മര്യാദക്ക് പറഞ്ഞു, ഞാൻ നിന്റെ കയ്യിൽ തന്ന ആ ഒരു ഫയൽ അത് മുഴുവൻ എങ്ങനെയാണ് മറ്റൊരാളുടെ കയ്യിലെത്തിയത്? നീ ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കേസി പറയാണ്, സാറേ എനിക്കൊന്നും അറിയില്ല. സാർ ആ ഒരു ഫയൽ എന്റെ കയ്യിൽ ഏൽപ്പിച്ച് അധികം വൈകാതെ തന്നെ ആ ഒരു കേസ് പൂർണ്ണമായിട്ടും
ക്ലോസ് ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫയൽ അത് എവിടെ പോയി എന്ന് പോലും എനിക്കറിയില്ല, അത് മിസ്സായി പോയി. കാര്യങ്ങൾ വ്യക്തമാകാത്തതുകൊണ്ട് തന്നെ ഒന്നുകൂടെ വില്യം ചോദിച്ചപ്പോൾ ഇപ്പൊ കേസി പറയുന്നത് സാറേ, ആ ഒരു ജോസോൺ മർഡർ കേസ് ഉണ്ടല്ലോ, ഇപ്പോ ഇലക്ഷന് നിൽക്കുന്ന പാർക്ക് സീമോൺ അയാളുടെ കമ്പനിയിൽ ജോലി ചെയ്ത ജോസോൺ മർഡർ കേസ്, സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു മർഡർ തന്നെ, ആ ഒരു മർഡർ കേസാണ് ശരിക്കും വില്യം അന്വേഷിച്ചിരുന്നത്. ആ ഒരു കേസ് പിന്നീട് എങ്ങനെയൊക്കെയോ അവന് പ്രൊമോഷൻ കിട്ടിയപ്പോൾ തേഞ്ഞു മാഞ്ഞു പോയി. അതുപോലെ ആ ഒരു കമ്പനിയിലുള്ള ആള് തന്നെയാണ് ഈ ഇടയായിട്ട് തീ കൊളുത്തി മരിച്ചത്. എന്നാൽ ആ ഒരു ജോസോൺ മർഡറുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവും ആർക്കും കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ സിനിമയുടെ ആരംഭത്തിൽ നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടോ? ജൂലി എന്ന ഒരു ടെക്കി പെണ്ണുണ്ടല്ലോ, അവളെ കാണാനായിട്ട് വില്യം സ്റ്റേഷനിലേക്ക് പോയിട്ട് അവളോട് പറഞ്ഞു എനിക്ക് എവിഡൻസ് വൈകുന്നേരം ആകുമ്പോഴേക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ. ആ എവിഡൻസ് വില്യത്തിന്റെ വീട്ടിലേക്ക് അവൾ ഒരു കൊറിയർ ആയിട്ട് അയച്ചിരുന്നു. അതാണ് റീതു ഭീഷണി കത്തായിരിക്കും എന്ന് കരുതിയിട്ട് ഡസ്റ്റ്ബിനിലേക്ക് ഇട്ടത്. അപ്പൊ ആ ഒരു എവിഡൻസ് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് കില്ലർ അന്ന് വില്യത്തിന്റെ വീട്ടിലേക്ക് വന്നതും റീതുവിനെ കൊന്നതും. കാര്യങ്ങളൊക്കെ ഇപ്പൊ വില്യത്തിന് മനസ്സിലായി. എന്നാൽ ആ ഒരു കൊറിയർ വന്നോ അല്ലെങ്കിൽ അത് വീട്ടിലുണ്ടോ എന്നുള്ള കാര്യം വില്യത്തിന് ഇപ്പോഴും കൺഫേം അല്ല. അതേ നേരം തന്നെ വില്യത്തിന് റീതു വിളിക്കുകയാണ്. റീതു പറയാണ് ഞാൻ ഇതുപോലെ ആ ഒരു കില്ലറിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ ഹോസ്പിറ്റലാണുള്ളത്. വില്യം എനിക്ക് പേടിയാവുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ വില്യം പറയാണ് ഇന്ന് വൈകുന്നേരം നിനക്ക് വല്ല കൊറിയറോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയായിരുന്നു വീട്ടിൽ നിന്ന്. എന്നാൽ അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ആ ഒരു കില്ലർ വരുന്നുണ്ട്, വില്യത്തിന് പിടിക്കുകയാണ്, അവൻ അടിച്ചിടുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഫോണിലൂടെ ഇപ്പൊ റീതുവിനോട് സംസാരിക്കുകയാണ്. മാഡം, ഇത് ഞാൻ തന്നെയാണ് അന്ന് നിങ്ങളെ കൊന്ന ആ ഒരു കില്ലർ. പക്ഷെ നിങ്ങൾ അന്ന് പറഞ്ഞ ആ ഒരു കാര്യമൊന്നും ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. വിശ്വസിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും എനിക്കില്ലായിരുന്നു. ഇതും പറഞ്ഞ ആ ഒരു ഫോൺ ഒരേറ്റ എറിഞ്ഞ് പൊളിച്ചു കളയാണ്. പിന്നീട് വില്യത്തിനെ തന്നെ കഴുത്തിന് ഇരിച്ച് കൊല്ലാൻ നോക്കുമ്പോഴേക്കും വില്യമുള്ള ആ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കി അങ്ങോട്ടേക്ക് ആ ഒരു പോലീസുകാർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാൻ നിന്ന ആ ഒരു കില്ലർ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ പോലീസുകാർക്ക് വില്യമിനെ പിടിക്കാമല്ലോ, അതുകൊണ്ട് തന്നെ ഇവര് നേരെ ഗണ്ണ് അവന് നേരെ ചൂണ്ടുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് പറയണ സാറേ, എന്റെ ഭാര്യയെ കൊന്നത് ഞാനല്ല, അതിന്റെ തെളിവുകളുണ്ട്, ഉറപ്പായിട്ട് ഞാൻ അത് കൊണ്ടുവരും, ഞാൻ എന്തായാലും ഇപ്പൊ പോവാണ്, നിങ്ങൾക്ക് കീഴടങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നോടാൻ നിൽക്കുന്ന അതേ നേരം തന്നെ ഈ പോലീസുകാരന്റെ മുന്നിലേക്ക് ഹുവാൻ ചാടി വീഴുകയാണ്. അതായത് അച്ഛനെ രക്ഷപ്പെടുത്താനായിട്ട് വില്യത്തിന് പിടിക്കാനായിട്ട് ഈ ഇൻസ്പെക്ടർ വരുന്ന സമയത്ത് ഹുവാനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വില്യത്തിന് ഇപ്പൊ രക്ഷപ്പെട്ടു പോകാൻ പറ്റി. അതേ നേരം തന്നെ ആ കില്ലർ ഉണ്ടല്ലോ, ഇയാളെ കാണാനായിട്ട് കഥയുടെ മെയിൻ വില്ലൻ, അതായത് ആ ഒരു ഇലക്ഷന് നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരനുണ്ടല്ലോ, പാർക്ക് സീമൂൺ. ഈ പാർക്ക് സീമൂൺ ആണ് നമ്മുടെ കില്ലറെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത്. അങ്ങനെ കില്ലറോട് പറയാണ് ഈ പ്രശ്നം വഴി, ഞാൻ നിന്നെ ഏൽപ്പിച്ച ആ ഒരു ജോലി വഴി എന്റെ പേരിലേക്ക് എങ്ങാനും എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ മോനെ, നിന്നെയും നിന്റെ മോളെയും ഞാൻ തീർത്തു കളയും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പ്രശ്നവും എന്റെ നേർക്ക് വരാൻ പാടില്ല. അതുപോലെ ആ ഒരു വില്യത്തിനെ കണ്ടുപിടിച്ചോണം, നേരം വെളുക്കുമ്പോഴേക്കും അവനെ കൊന്നു കളഞ്ഞോണം. അങ്ങനെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പാർക്ക് സീമൂൺ അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ കില്ലർക്ക് വേറൊരു രക്ഷയില്ല, വില്യത്തിനെ കണ്ടുപിടിക്കണം, അവനെ കൊന്നു കളയണം, അതല്ലാതെ വേറൊരു മാർഗമില്ല. ഇതേ നേരം തന്നെ വില്യം രക്ഷപ്പെട്ട് നേരെ പോയത് ജോലിയുടെ അടുത്തേക്കാണ്. മാത്രമല്ല ആ ഒരു ഫോൺ കൊടുത്ത് അവളോട് അത് നന്നാക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പോലീസ് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കൊലയാളിയാണ് വില്യം. അപ്പൊ ആ രീതിയിൽ പേടിച്ചാണ് ജോലി ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ജോലി പറയുന്നുണ്ട് എന്തായാലും ഈ ഫോൺ നന്നാക്കാൻ പറ്റില്ല, ഇത് വിട്ട് കളഞ്ഞേക്കി. എന്നാൽ അതേ നേരം തന്നെ വില്യത്തിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ചെറിയൊരു എന്തോന്ന് ആ ഒരു ഫോണിൽ ബാക്കി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കോള് വന്നത്. വിളിച്ചത് മറ്റാരുമല്ല, 2014 നിന്നും റീതു തന്നെയാണ്. ഇപ്പൊ റീതു ചോദിക്കുകയാണ് എന്താണ് വില്യം, എന്താ സംഭവിച്ചോ ചോദിക്കുമ്പോൾ ഇപ്പൊ വില്യം പറയാണ് അവൻ നിന്നെ എങ്ങനെയോ ആ ഒരു ആശുപത്രിയിൽ വെച്ച് കണ്ടുപിടിക്കും, എന്നിട്ട് നിന്നെ കൊന്നുകളഞ്ഞ് ആ കുറ്റം എന്റെ തലയിലിടും. കഴിഞ്ഞ ഒരു വർഷമായിട്ട് പോലീസുകാർ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കൊലയാളിയായി മാറിയിരിക്കുകയാണ് ഞാൻ. ഈ സമയത്ത് റീതു പറയാണ് വില്യം അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ നേരത്തെ ചോദിച്ചില്ലേ ഒരു കൊറിയർ വന്നായിരുന്നുവെന്ന്, അങ്ങനെ ഒരെണ്ണം വന്നായിരുന്നു. പക്ഷെ അതൊരു ബ്ലാക്ക് മെയിൽ കത്തായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ പുറത്തുണ്ടായിരുന്ന ഡസ്റ്റ്ബിനിൽ അത് ഇട്ടിട്ടുണ്ട്. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് കൂടിയേ മതിയാവുള്ളൂ അല്ലേ, അതുകൊണ്ട് എന്തായാലും ഞാൻ അത് എടുക്കാനായിട്ട് വീട്ടിലേക്ക് പോകണം. എന്നാൽ വില്യം പറയാണ് ഒരു കാരണവശാലും നീ അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് പോകരുത്. എന്നാൽ റീതു പറയാണ് വീട്ടിലേക്ക് പോയിട്ട് ആ ഒരു കൊറിയർ എടുക്കാതെ നമുക്കൊരു രക്ഷയില്ല, അതാണ് ഏറ്റവും വലിയ തെളിവ്. അതുപോലെ നിങ്ങളാണ് കൊലയാളി എന്ന് പോലീസുകാർ പറയില്ല. അവനുണ്ടല്ലോ ആ ഒരു കില്ലർ, അവൻ എന്റെ കാലിൽ കുത്തിയ ആ ഒരു കത്തി അത് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, കത്തിയിൽ ഫിംഗർ പ്രിന്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിൽ ഒരു വർഷം ഇതാരും കാണാത്ത രീതിയിൽ ഞാൻ ഒരു ഭാഗത്ത് ഇത് വെക്കുന്നുണ്ട്. നിങ്ങൾ വന്ന് ആ ഒരു കത്തി എടുക്കുകയാണെങ്കിൽ അവനെതിരെയുള്ള എവിഡൻസ് അതായിരിക്കും. എന്തായാലും ഞാൻ വീട്ടിലേക്ക് ആ ഒരു കൊറിയർ എടുക്കാൻ വേണ്ടി പോവാണ്. ഇത് പറഞ്ഞ് റീതു നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതായത് ഈ ആശുപത്രിയിൽ വെച്ച് അവൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇത് നടക്കുന്നത് 2014 അതുപോലെ തന്നെ വില്യം 2015 റീതു പറഞ്ഞതുപോലെ തന്നെ അവൾ ആ ഒരു കത്തി എടുത്തു വെച്ചില്ലേ ആ സ്ഥലത്തേക്ക്, അതായത് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പൊ പോകുന്നതിന്റെ മുന്നേ തന്നെ വില്യത്തിന് ഒരു കാര്യം മനസ്സിലായി, വില്യം എന്തോ ഒരു ട്രാപ്പിലാണ് അവൻ വന്ന് പെട്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവന്റെ ഉറ്റ ചങ്ങാതി ഉണ്ടല്ലോ, ആ ചങ്ങാതിയെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിലേക്ക് ഒരു കത്തി എടുക്കാൻ വേണ്ടി പോവാണ്, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ എന്റെ മോളെ പോവാനൊന്ന് നോക്കിക്കോണടാ. ഇതും പറഞ്ഞ് നേരെ വില്യം ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. റീതു അവിടെ വെച്ച ആ ഒരു കത്തി അത് അവന് കിട്ടുന്നുണ്ട്. മാത്രമല്ല അവസാനമായിട്ട് റീതുവിന്റെ ഭാഗത്തുനിന്ന് ഒരു കോള് വരുന്നുണ്ട്. ആ സമയത്ത് വില്യം പറയാണ് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ നല്ലൊരു ഭർത്താവാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല, ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി, നല്ല രീതിയിൽ എനിക്ക് നിന്നെ നോക്കാൻ പറ്റിയിട്ടില്ല, നീ എന്നോട് ക്ഷമിക്കണം. പിന്നീട് അധിക നേരം രണ്ടുപേർക്കും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ആ ഒരു ഫോണിന്റെ സകലമാന സിഗ്നലും നഷ്ടമായി പോവാണ്. ഇനി ഒരിക്കലും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ താനെല്ലാം ഒരു കൊലയാളി, ഇത് തെളിയിക്കാൻ പാകത്തിന് ഒരു എവിഡൻസ് ഇപ്പൊ വില്യത്തിന്റെ കയ്യിലുണ്ട്. അതായത് ആ ഒരു കില്ലർ അവൻ റീതുവിനെ കുത്താൻ ഉപയോഗിച്ച ആ ഒരു കത്തി, ആ കത്തിയുമായിട്ട് നേരെ കാർ പാർക്കിങ്ങിലേക്ക് വരികയാണ്. എന്നാൽ എങ്ങനെയാണ് ഈ ഒരു കില്ലർ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? വില്യത്തിന്
കണ്ടുപിടിച്ചത്? അത് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ആ ഒരു സമയത്ത് ആ ഒരു കില്ലറിന്റെ കയ്യിൽ പെടാതെ വില്യം പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെട്ട് പുറത്ത് വെച്ച് അവനെ ലോക്ക് ചെയ്യാണ്. എന്നിട്ട് ആ ഒരു കത്തി കാണിച്ചിട്ട് പറയാണ്, ഞാനല്ല കൊലയാളി, നീയാണ് കൊലയാളി എന്ന് പ്രൂവ് ചെയ്യാൻ പാകത്തിന് ദാ എന്റെ കയ്യിൽ ഈ കത്തിയുണ്ട്, ഈ കത്തിയാണ് ഏറ്റവും വലിയ എവിഡൻസ്, ഇതിൽ നിന്റെ ഫിംഗർ പ്രിന്റ് വരെ ഉണ്ട് എന്ന് പറയാണ്. പിന്നീട് അവിടെ നിന്നും വില്യം രക്ഷപ്പെടുന്നുണ്ട്. ഇതിനുശേഷം 2014 റീതുവിനെ കാണിക്കുകയാണ്. അതായത് അവളുടെ വീട്ടിലേക്ക് പോയിട്ട് ആ കൊറിയർ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് റീതു അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് റീതുവിന് നന്നായിട്ട് അറിയാം ചിലപ്പോൾ ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് സംഭവിക്കും. അതുകൊണ്ട് തന്നെ നേരെ റീതു വിളിക്കുന്നത് ഹുവാനെയാണ്. ഹുവാനെ വിളിച്ചിട്ട് ഈ റീതു പറയുന്ന കാര്യം എന്താ വെച്ചാൽ, മോളെ ഒരു കാരണവശാലും നീ അച്ഛനെ വെറുക്കാൻ പാടില്ല. അഥവാ ഇന്ന് രാത്രിയിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അച്ഛന് അതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല കേട്ടോ. പലരും പലതും പറയും, പക്ഷെ മോൾ അതൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഇതും പറഞ്ഞ് റീതു നേരെ വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് അവളുടെ ആ ഒരു കാറ് ഒരാളെ നോട്ട് ചെയ്യുന്നുണ്ട്. അതായത് 2014 ആ രാത്രിയിൽ റീതു പുറത്തേക്ക് രക്ഷപ്പെട്ടു പോയപ്പോൾ കില്ലർ അവന്റെ എല്ലാ ആൾക്കാരോടും കാറിന്റെ നമ്പർ കൊടുത്ത് എവിടെ ഉണ്ടെങ്കിലും അത് തേടി പിടിക്കണം എന്ന് പറഞ്ഞല്ലോ. അതിലൊരുത്തൻ റീതുവിന്റെ ആ ഒരു കാറ് കണ്ട് നോട്ട് ചെയ്തു. അതായത് 2014 റീതു ആ ഒരു എവിഡൻസ് എടുക്കാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ്. കാരണം അതുള്ളത് ആ ഒരു ഡസ്റ്റ്ബിനിലാണ്. അതുപോലെ 2015 വില്യം ആണെങ്കിൽ ആ ഒരു കത്തി അതൊരു എവിഡൻസ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാനായിട്ട് അവൻ നേരെ സ്റ്റേഷനിലേക്ക് പോവാം. ഇതിനുശേഷം വീണ്ടും 2014 കാണിക്കുകയാണ്. അതായത് റീതു അവളുടെ വീട്ടിലേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട്. അതേ നേരം തന്നെ അവിടെ ഒരു കാറ് വന്ന് നിൽക്കണം. അതിൽ നിന്നും ഇപ്പൊ ആ ഒരു കില്ലറും അവന്റെ കൂടെ തന്നെ മറ്റൊരാൾ കൂടെ ഇറങ്ങുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഉള്ളിലേക്ക് പോയ റീതു ആ ഒരു എവിഡൻസ് എടുക്കുകയാണ്. മാത്രമല്ല പെട്ടെന്ന് തന്നെ ഇപ്പൊ വില്യത്തിന് വിളിക്കുമ്പോൾ കോള് നേരെ പോകുന്നത് 2015 പകരം 2014 തന്നെ ഉണ്ടായിരുന്ന വില്യത്തിനാണ്. 2014 അന്ന് റീതു മരണപ്പെടുന്ന ആ രാത്രിയിൽ വില്യത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? നന്നായിട്ട് കുടിച്ച് ബോധമില്ലാതെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നല്ലോ. ആ സമയത്താണ് വില്യത്തിന് ആ ഒരു കോള് പോകുന്നത്. അപ്പൊ റീതു വിളിച്ച് ഈ കാര്യമൊക്കെ പറയുമ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന വില്യം പറയണം, നീ എന്തൊക്കെ ഭ്രാന്തായി പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാനിതാ ഇവിടെ തന്നെ ഒരു ട്രാഫിക്കിൽ പെട്ട് കിടക്കുകയാണ്, അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപാട് തന്നെ റീതു അങ്ങോട്ടേക്ക് ഓടിപ്പോവാണ്. കാരണം ആ റോട്ടിൽ തന്നെ മഴയായതുകൊണ്ട് ഒരുപാട് കാറുകൾ ട്രാഫിക് ജാമിൽ പെട്ട് കിടക്കുന്നുണ്ട്. അതിൽ ഏതോ ഒരു കാറിൽ വില്യം ഉണ്ട്. ഓരോ കാറും തപ്പി അവളങ്ങനെ പോകുമ്പോൾ എന്തോ ഒന്ന് എടുക്കാൻ വേണ്ടി വില്യം ഒന്ന് കുനിഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു കാറ് റീതു ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് വില്യത്തിനെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ അപ്പോഴേക്കും റീതുവിന്റെ അടുത്തേക്ക് വന്ന ആ ഒരു കില്ലർ അവളെ പിടിക്കുകയാണ്. 2014 ഇത് സംഭവിക്കുന്ന സമയത്ത് 2015 നമ്മുടെ ഹുവാൻ ഉണ്ടല്ലോ, അതായത് വില്യത്തിന്റെ മകള് ഹുവാൻ ഇപ്പോൾ ഉള്ളത് ഈ കില്ലറിന്റെ കയ്യിലാണ്. എന്തിനാണ് ഹുവാനെ പിടിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വില്യത്തിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തന്നെ. ഇതിനു വേണ്ടി ഈ ഒരു കില്ലർ ഹെൽപ്പ് ചെയ്യുന്നത് മുഴുവനും ആരായിരിക്കും? നിങ്ങൾ സംശയിച്ചതുപോലെ തന്നെ വില്യത്തിന്റെ ആ ഉറ്റ ചങ്ങാതി തന്നെ. അവനാണ് വില്യമിനെ ചതിച്ചത്. വില്യം ഹോസ്പിറ്റലിൽ പോയ കാര്യം കറക്റ്റായിട്ട് എങ്ങനെയാണ് ആ ഒരു കില്ലർ അറിഞ്ഞത്? അവന്റെ കൂട്ടുകാരും പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ തുടക്കത്തിൽ ആ ഒരു ജോസോൺ മർഡർ കേസ്, അതിൽ നിന്നും അവൻ ഒഴിവാകാൻ വേണ്ടി അവന് പ്രൊമോഷൻ സെറ്റാക്കി കൊടുത്തത് തന്നെ വില്യത്തിന്റെ ആ ഒരു കൂട്ടുകാരനാണ്. മാത്രമല്ല ഓഫീസിൽ നിന്നും ആ ഒരു കേസ് ഫയൽ അത് പൂർണ്ണമായിട്ടും കാണാതായതും അതിന്റെ പിന്നിലും ഇയാൾ തന്നെ. ഇനി നമ്മൾ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിലേക്ക് പോവാണ്. 2 ക്ലൈമാക്സ് ആണ് ഈ സിനിമക്കുള്ളത്. 2014 നടക്കുന്ന ഒരു സംഭവം, അതുപോലെ തന്നെ 2015 നടക്കുന്ന ഒരു സംഭവം. 2015 നോക്കുകയാണെങ്കിൽ ഹുവാനെ ഇപ്പൊ അവളുടെ വീട്ടിൽ തന്നെയാണ് ഈ കില്ലർ പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് വില്യത്തിന് വിളിക്കുന്നുണ്ട്, മര്യാദക്ക് നീ ഇങ്ങോട്ടേക്ക് വന്നു, വരുമ്പോൾ നിന്റെ കയ്യിൽ ആ ഒരു കത്തി ഉണ്ടായിരിക്കണം, എനിക്കെതിരെയുള്ള ആ ഒരു എവിഡൻസ് ഉണ്ടല്ലോ, അത് നീ സ്റ്റേഷനിൽ കൊണ്ടേ കൊടുക്കാൻ പാടില്ല. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ മാത്രമേ കൊല്ലുള്ളൂ, അല്ലെങ്കിൽ നിന്റെ മകളെ ഇവിടെ വെച്ച് ക്രൂരമായിട്ട് ഞാൻ കൊല്ലും. അതെങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് പേടിച്ച് വില്യം ഈ കില്ലർ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലേക്ക് വരികയാണ്. വന്ന വാർഡ് തന്നെ വില്യത്തിനെ അവൻ അടിച്ച് പരിപ്പാക്കുന്നുണ്ട്. കാരണം കുറെ ദിവസമായിട്ട് വില്യം കാരണം ഇവനാകെ കിടന്ന് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദേഷ്യം മുഴുവനും ഈ കില്ലർ തീർക്കുന്നുണ്ട്. ഇതേ നേരത്തെ തന്നെ ഹുവാൻ പിന്നിൽ നിന്നും ഒരു വയലിൻ വെച്ച് അവന്റെ തലക്കിട്ട് അടിക്കുകയാണ്. ഓഹ്, എന്നെ അടിക്കാൻ മാത്രം നീ ആയല്ലേ, എന്തായാലും തന്തയും മോളെയും ഇവിടെ വെച്ച് ഞാൻ കൊല്ലുന്നു പറഞ്ഞിട്ട് ഹുവാനെയും ഈ ഒരു കില്ലർ അവിടുന്ന് വലിച്ചെടുത്തു കൊണ്ടുപോകണം. രണ്ടുപേരെയും അവിടെ വെച്ച് മർദ്ദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ 2014 ആ ഒരു ട്രാഫിക് ജാമിൽ വെച്ച് റീതു ആ ഒരു കില്ലറിന്റെ മുന്നിൽ പെട്ടുപോയല്ലോ. അതിനുശേഷം അവൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ ആ ഒരു എവിഡൻസ് അവളുടെ കയ്യിൽ ഉണ്ടല്ലോ, അതുമായിട്ട് പല ഭാഗത്തായിട്ട് ഒളിച്ചിരിക്കുകയാണ്. പതിയെ പതിയെ അവൾ തേടിക്കൊണ്ട് ഇരുട്ടുള്ള ആ ഒരു വീട്ടിലൂടെ കില്ലർ വരുമ്പോൾ അയാളുടെ പിന്നിലൂടെ പോയിട്ട് തലക്കിട്ട് ഒരേറ്റ അടി അടിക്കുന്നുണ്ട്. അടി കൊണ്ടത് ഇയാളുടെ നെറ്റിയിലായിരുന്നു. ഇതിനുശേഷം 2015 കാണിക്കുന്നുണ്ട്. അതായത് ഈ കില്ലർ നമ്മുടെ ഹുവാനെയും വില്യത്തിനെയും മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ നേരം തന്നെ ഇയാളുടെ നെറ്റിയിൽ വലിയൊരു പാട് വരികയാണ്. 2014 ഇയാൾക്ക് ഒരു അടി കിട്ടിയത് കൊണ്ടാണ് ഇപ്പൊ അവിടെ പാട് വന്നത്. എന്തായാലും വില്യത്തിനെ ക്രൂരമായി മർദ്ദിച്ച് അവസാനം വയറ്റത്തേക്ക് നോക്കി ഒരു കത്തിയും കുത്തി കയറ്റിയിട്ട് ആ കില്ലർ പറയാണ്, 1 വർഷം മുന്നേ നിന്റെ ഭാര്യയുടെ കഴുത്ത് ഞെരിച്ചു കൊന്നത് അത് ഞാൻ തന്നെയാണ്, നോക്കിക്കോ, ഇനി മുകളിൽ നിന്റെ മോളില്ലേ അവളുടെ കഴുത്ത് ഞാൻ ഞെരിച്ച് കൊല്ലാൻ വേണ്ടി പോവാണ്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ വില്യത്തിന് പോയിട്ട് മകളെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? അവനൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വരെ പറ്റുന്നില്ല. കത്തി കുത്തി ഒരുപാട് ചോരയും പോയി ക്രൂരമായ മർദ്ദനമേറ്റ് അവൻ അവിടെ മരിക്കാനായിട്ട് കിടക്കുകയാണ്. ഇതേ നേരം തന്നെ മുകളിലേക്ക് പോയ കില്ലർ ആണെങ്കിൽ ഹുവാന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2014 നോക്കുകയാണെങ്കിൽ ഈ കില്ലർ വില്യത്തിന്റെ ഭാര്യ റീതുവിനെ കണ്ടുപിടിച്ച് അവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നിൽക്കുകയാണ്. ഇപ്പൊ ആര് വന്നിട്ട് ഇവരെ രക്ഷപ്പെടുത്തും? 2015 ഹുവാനോ രക്തത്തിൽ കുളിച്ചെടുക്കുകയാണ് അവൻ എന്ത് ചെയ്യാൻ പറ്റാനാണ്? എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. 2014 ഹുവാൻ കള്ളു കുടിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നല്ലോ. ഓൾറെഡി ഈ നടക്കാനിരുന്ന കൊലപാതകಕ್ಕೆ ആകെ
ഡിലേ ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ അങ്ങോട്ടേക്ക് വന്നത്. കയ്യിൽ കിട്ടിയ എന്തോ ഒന്നെടുത്ത് ആ ഒരു കില്ലറിന്റെ മണ്ടക്ക് നോക്കി ഒരൊറ്റ അടി അടിക്കുകയാണ്. ആ അടിയിൽ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തോന്നുന്നു. മാത്രമല്ല പിന്നീട് റീതുവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു എവിഡൻസ് വില്യത്തിന്റെ കയ്യിലേക്ക് വന്നു. പിന്നീട് കഴിഞ്ഞ ഒരു വർഷം നടന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ എവിഡൻസ് വെച്ചിട്ട് പാർക്ക് സി മോൺ ഇയാൾ കുടുങ്ങുകയാണ്. ആ ഒരു മർഡർ കേസും തെളിയുന്നുണ്ട്, അതായത് ജോസോൺ മർഡർ കേസ്. ഇതിനുശേഷം 2015 കുത്തേറ്റ് കിടക്കുന്ന വില്യത്തിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. രക്തത്തിൽ കുളിച്ചെടുക്കുന്ന അവനിപ്പോ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവന് യാതൊരു കുഴപ്പമില്ല. നോർമലായിട്ട് ക്ലീൻ ഷേവ് ആയിട്ട് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് അവൻ അവിടെ തന്നെ കിടക്കുകയാണ്. പതി അവിടെ നിന്ന് എഴുന്നേൽക്കാണ്. എഴുന്നേറ്റ് പോയി നോക്കുമ്പോൾ വീട്ടിൽ നോർമലായിട്ട് ജോലി ചെയ്യുന്ന ഭാര്യയായിട്ടുള്ള റീതുവിനെ കാണുകയാണ്. അതായത് കംപ്ലീറ്റ്ലി ഭൂതകാലത്തിലെല്ലാം മാറിയിട്ടുണ്ട്. റീതു മരണപ്പെട്ടിട്ടില്ല. ശരിക്കും വില്യം ആദ്യം ഒന്ന് ഷോക്കായി പോയെങ്കിലും പിന്നീട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതായത് അന്ന് രാത്രിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റീതു മരണപ്പെട്ടില്ല. ഓടിച്ചെന്ന് ഭാര്യയെ കെട്ടിപ്പിടിക്കുകയാണ്. സോ ഇതോട് കൂടിയിട്ട് എല്ലാം കഴിഞ്ഞു സമാധാനായി എന്ന് കരുതി വില്യം നിൽക്കുമ്പോൾ അതേ നേരം തന്നെ അവനൊരു കോള് വരികയാണ്. ആ കോള് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു കഥ? പല കാര്യങ്ങളും ചിലർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെയുള്ള സ്റ്റോറിയുടെ ഒരു പ്രത്യേകതയാണത്. പരമാവധി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. കാരണം ഞാൻ ഒറ്റ അടിയല്ല ഈ ഒരു സിനിമ കണ്ട് മനസ്സിലാക്കിയത്. കുറച്ച് സമയം എടുത്തു എനിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.